2014 രണ്ടാം BJP സർക്കാർ അധികാരത്തിലേറുന്നത്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. 2014 BJPക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2019 വീണ്ടും മോദി BJP സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോഴും BJPക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് BJP നേരിടുന്ന വലിയ ഒരു കടമ്പയുണ്ടായിരുന്നു. അത് രാജ്യസഭയാണ്. രാജ്യസഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ പല ബില്ലുകളും പാസാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് മറികടക്കാൻ, ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ മറികടക്കാൻ BJP അന്ന് ചെയ്തത് ശബ്ദ വോട്ടോടുകൂടി ബില്ലുകൾ പാസാക്കിയെടുക്കുക എന്നതാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ ബില്ലുകൾ പാസാക്കിയെടുക്കും. അതായിരുന്നു സ്ഥിരം പരിപാടി. അതോടൊപ്പം ചില ഘടകകക്ഷികളെ ചില ബില്ലുകളിൽ കൂട്ടുകൂടുകയും ചെയ്യും. അങ്ങനെയും ചില നീക്കങ്ങളൊക്കെ BJP നടത്താറുണ്ട്. അങ്ങനെ പണിപ്പെട്ടാണ് എല്ലാ പ്രാവശ്യവും ഓരോ ബില്ലും രാജ്യസഭ കടക്കുന്നത്. അതാണ് രീതി. 2024 BJP അധികാരത്തിൽ വന്നു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ ഇപ്പോഴിതാ BJP ഏറെ നാളുകളായി ആഗ്രഹിച്ച ഒരു കാര്യം നടന്നിരിക്കുന്നു. അത് രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നത് BJPയുടെ ഒരു കഠിന പ്രയത്നമായിരുന്നു. അതിതാ സാധിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് സംബന്ധിച്ച് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വാർത്തയുണ്ട്. മാതൃഭൂമി നൽകിയ ഒരു വാർത്തയുണ്ട്. മാതൃഭൂമി ഇന്ന് നൽകിയ വാർത്ത എന്ന് വെച്ചാൽ 2024 ഓഗസ്റ്റ് 28 ബുധനാഴ്ച നൽകിയ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാജ്യസഭ NDAയുടെ അംഗബലം 119 എന്ന്. 9 BJP അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന സബ് ഹെഡിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്, ഉപതലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. വാർത്ത ഇങ്ങനെയാണ്: ന്യൂഡൽഹി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ BJPയുടെ 9 അംഗങ്ങൾ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും സഖ്യകക്ഷികളിൽ നിന്ന് 2 അംഗങ്ങൾ എത്തുകയും ചെയ്തതോടെ രാജ്യസഭയിൽ NDAക്ക് ഭൂരിപക്ഷമായി. 245 അംഗ രാജ്യസഭയിൽ നിലവിൽ 8 പേരുടെ ഒഴിവുണ്ട്. അതിനാൽ 237 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിനു വേണ്ട 119 അംഗങ്ങൾ NDAക്കായി. BJP സഖ്യകക്ഷികളായ NCPയിലെ അജിത് പവാർ വിഭാഗത്തിന്റെയും രാഷ്ട്രീയ ലോക്മഞ്ചിന്റെയും ഓരോ അംഗങ്ങളും രാജ്യസഭയിലെത്തി. ഇതോടൊപ്പം നാമനിർദ്ദേശം ചെയ്ത 6 പേരുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ NDAക്കുണ്ട്. കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ പ്രതിപക്ഷത്തിന് 85 അംഗങ്ങളായി. ഇതാണ് വാർത്ത. ഇതിൽ പ്രധാനമായതും രണ്ടാമത്തെ പാരഗ്രാഫാണ്. 240 അംഗ രാജ്യസഭയിൽ നിലവിൽ 8 പേരുടെ ഒഴിവുണ്ട്. അതിനാൽ 237 അംഗസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ട 119 അംഗങ്ങൾ NDAക്കായി. BJP സഖ്യകക്ഷികളായ NCPയിലെ അജിത് പവാർ വിഭാഗത്തിന്റെയും രാഷ്ട്രീയ ലോക്മഞ്ചിന്റെയും ഓരോ അംഗങ്ങളും രാജ്യസഭയിലെത്തി എന്നാണ് വാർത്ത. 237 അംഗങ്ങളുള്ള രാജ്യസഭ. ആ രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളാണ്. 118 അംഗങ്ങൾക്ക് പകരം 119 അംഗങ്ങളുണ്ട് BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി. ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷം. എവിടെ നിന്നാണ് ആ ഒരു അംഗം വന്നത്? ഈ വാർത്തയിൽ തന്നെ പറഞ്ഞു 9 അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന്. ആ 9-ൽ 1 KC വേണുഗോപാലിന്റെ സീറ്റാണ്. KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം അവിടെ നിന്ന് രാജ്യസഭയിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ രാജ്യസഭാംഗമായിരിക്കെയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. അന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു പ്രതിപക്ഷത്തോട്, UDFനോട്. രാജ്യസഭാംഗമായ താങ്കൾ എന്തിനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്ന്. അങ്ങനെ വന്നാൽ ആ സീറ്റ് അടുത്ത ഒഴിവിൽ ഇലക്ഷൻ നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് BJPക്ക് ലഭിക്കില്ലേ എന്ന്. അപ്പോൾ നോക്കിക്കോളാം, രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറും എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. KC വേണുഗോപാലും അത് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ആ ഒരു സീറ്റിലാണ് BJP അംഗം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും രാജ്യസഭയിലെത്തുകയും ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം രാജ്യസഭയിൽ BJP ഉണ്ടാക്കുകയും ചെയ്തത്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം. KC വേണുഗോപാൽ അംഗത്വം രാജിവെച്ചില്ലെങ്കിൽ ഇപ്പോഴും രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല. 118 അംഗങ്ങൾ BJPക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. അപ്പോഴും ഭൂരിപക്ഷമില്ല. 119 എന്ന മാജിക് നമ്പറിലേക്ക്, 119 എന്ന പ്രധാനപ്പെട്ട BJP സ്വപ്നം കണ്ട നമ്പറിലേക്ക് രാജ്യസഭയിലെ അംഗങ്ങളെ എത്തിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ഒരു സീറ്റാണ് ഇപ്പോൾ BJPക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. ഇത് നേരത്തെ തന്നെ കേരളത്തിൽ ചർച്ചാ വിഷയമായതാണ്. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ, ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് KC വേണുഗോപാലും കൂട്ടരും തയ്യാറായത്.
ഇപ്പോഴിതാ ആ ഒരു സീറ്റിന്റെ KC വേണുഗോപാലിന്റെ സീറ്റിന്റെ ഫലത്തിൽ രാജ്യസഭയിൽ BJP ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പറഞ്ഞിരുന്നു BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്, ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വന്ന് KC വേണുഗോപാൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ വലിയ ചർച്ചയായ പ്രശ്നമായിരുന്നു 3 ഡീൽ. അതിൽ ഒന്നാമത്തെ ഡീലാണ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള KC വേണുഗോപാലിന്റെ തീരുമാനം. കാരണം KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ ഒരു സീറ്റ്, രാജ്യസഭാ സീറ്റ് BJPക്ക് ലഭിക്കും, BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയും എന്ന് അന്ന് തന്നെ ചർച്ചയായതാണ്. ആ ചോദ്യത്തിൽ നിന്ന് എല്ലായ്പ്പോഴും ഒഴിഞ്ഞു മാറുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. രണ്ടാമത്തെ ഡീൽ, അതിലും BJP ജയിച്ചു. അത് തൃശ്ശൂരിൽ K മുരളീധരനെ മത്സരിപ്പിക്കണം, TN പ്രതാപനെ അവിടുന്ന് മാറ്റണം എന്നതായിരുന്നു. തൃശ്ശൂരിൽ TN പ്രതാപൻ മാറി, K മുരളീധരൻ വന്നു, BJP ജയിച്ചു. സെക്കൻഡ് ഡീലും അതോടുകൂടി പൂർത്തിയായിരിക്കുന്നു. മൂന്നാമത്തെ ഡീലാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ആ ഡീൽ മറ്റൊന്നുമായിരുന്നില്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ ഷാഫി പറമ്പിലിനെ തന്നെ വടകരയിൽ മത്സരിപ്പിക്കണം എന്ന്. അങ്ങനെ മത്സരിപ്പിച്ചാൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ മണ്ഡലം ഒഴിവുവരും. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിന്റെ വ്യത്യാസമാണ് UDFും BJPയും തമ്മിലുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 9000-ആയി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് അതുപോലെ തന്നെ തുടരാൻ സാധ്യതയില്ല. നന്നായി പരിശ്രമിച്ചാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങൾ BJPയും RSSും ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് RSSന്റെ അഖിലേന്ത്യാ ക്യാമ്പ് സമ്മേളനം പാലക്കാട് വെച്ച് നടക്കുന്നത്, ബൈഠക് പാലക്കാട് വെച്ച് നടക്കുന്നത്. അത് ആ പ്രദേശത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് RSSന്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. RSSന്റെയും BJPയുടെയും മുതിർന്ന നേതാക്കൾ ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പാലക്കാട് ഒന്ന് ഇളക്കി മറിക്കാനാണ് BJPയും RSSും കണക്ക് കൂട്ടുന്നത്. അതിലൂടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കും. അതാണ് BJPയുടെ ലക്ഷ്യം. അങ്ങനെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കും. ഒരു ഘട്ടത്തിൽ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചത് CPM ആയിരുന്നു, ശിവൻകുട്ടിയായിരുന്നു. ആ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ വഴിയൊരുക്കുന്നു കോൺഗ്രസ് നേതൃത്വം. അതായിരുന്നു മൂന്നാമത്തെ ഡീൽ. ആ ഡീൽ വിജയിക്കണമെങ്കിൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കണം, ആ ഇലക്ഷനിൽ BJP ജയിക്കണം. അതിനു വേണ്ടി ഷാഫി പറമ്പിലിനെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഇതായിരുന്നു മൂന്നാമത്തെ ഡീൽ. ഇത് അന്ന് തന്നെ ചർച്ചയായതാണ്. ഏറ്റവും സുപ്രധാനം രാജ്യസഭയിലെ ഭൂരിപക്ഷം തന്നെയാണ്. എത്ര കാലമായി BJP ആഗ്രഹിക്കുന്നു രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതും നേടിക്കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് BJPയും കോൺഗ്രസും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന്. ആ രഹസ്യധാരണ വെളിപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് വലിയ ചർച്ചയാക്കി മാറ്റില്ല. അത് രാഷ്ട്രീയ ചർച്ചയായി മാറേണ്ടതായിരുന്നു കേരളത്തിൽ. പക്ഷേ കോൺഗ്രസിന് UDFന് പ്രതിരോധത്തിലാക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ അതിലേക്ക് കടക്കില്ല. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത തന്നെ വളരെ ചെറിയ വാർത്തയായി എല്ലാ മാധ്യമങ്ങളിലും ഒതുക്കിയിട്ടുണ്ട്. രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ വാർത്ത.